തൃശൂർക്കാർ തിരുത്തി പറഞ്ഞു. പഞ്ച് ഡയലോഗുകളും ആക്ഷൻ സ്റ്റെപ്പുകളുമൊക്കെ കിടിലമായി അവതരിപ്പിക്കുന്നത് സുരേഷ് ഗോപിയൊന്നുമല്ല, നമ്മുടെ ലീഡറുടെ മകൻ സാക്ഷാൽ കെ മുരളീധരൻ തന്നെ. എന്താണെന്നോ കാര്യം? സുരേഷ് ഗോപിയെ പോലും നാണിപ്പിക്കുന്ന പഞ്ച് ആക്ഷൻ ഡയലോഗുമായി കെ മുരളീധരൻ തകർത്താടി. എവിടെ എൻ്റെ മണ്ഡലങ്ങളിലെ എൻ്റെ വോട്ടിൻ്റെ കണക്കെവിടെ? നിങ്ങളോടല്ലേ ചോദിച്ചത്? ഞാൻ മുന്നോട്ടോ പിന്നോട്ടോ? നിങ്ങൾ പറയൂ, എവിടെ? കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും കുറച്ചും നിങ്ങൾ തയ്യാറാക്കിയ ആ കണക്കുകൾ കടന്നുപോയിക്കോളൂ. ഇനി നിങ്ങളെ കണക്കുകളുമായി ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇത്രയും കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിലെ കോൺഗ്രസ് ചുമതലക്കാർ ഇറങ്ങിയോടി. പത്മജ പോലും കൺവട്ടത്തേക്ക് അടുക്കാത്തത് അതുകൊണ്ടാണെന്നും തൃശൂർക്കാർ ഇപ്പോൾ തറപ്പിച്ചു പറയുന്നു. മുരളീധരനും LDFിലെ VS സുനിൽകുമാറും BJPയുടെ സുരേഷ് ഗോപിയും തമ്മിലുള്ള ത്രികോണ പോരാട്ടത്തിന് തൃശൂർ ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബൂത്തുകളിൽ നിന്ന് കണക്ക് ശേഖരിക്കാതെ കോൺഗ്രസ് നേതൃത്വം അനാസ്ഥ കാണിക്കുന്നതിൽ സ്ഥാനാർത്ഥി കെ മുരളീധരന് കടുത്ത അതൃപ്തി. ഏതൊക്കെ മണ്ഡലങ്ങളിൽ മുന്നേറുമെന്നും പിന്നോട്ട് പോകുമെന്നും വ്യക്തമായിട്ടില്ല. കണക്ക് ശേഖരിക്കുന്നതിൽ DCC നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലെന്നാണ് മുരളീധരന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. വോട്ടെടുപ്പ് വൈകിയതിന് പിന്നിലെ ഉത്തരവാദി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് മിക്കതും എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് വൈകിയിട്ടുണ്ട്. ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് അതേ സമയമെടുത്തു. കൊടും ചൂടിൽ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് സുഖപ്രദമായ ഒരു ക്രമീകരണവും ഉണ്ടായിരുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ചെലവിലേക്ക് മുരളീധരൻ നൽകിയ ഫണ്ട് താഴെത്തട്ടിൽ എത്താത്തതിനാൽ ബൂത്തുകളിൽ പ്രവർത്തകർ നിസ്സംഗത പാലിച്ചതായി ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപനും മുരളീധരന്റെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ലെന്ന് പറയുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇവർ നടത്തിയ വാർത്താ സമ്മേളനം കോൺഗ്രസിന് തിരിച്ചടിയായെന്നും അത് ഒഴിവാക്കാമായിരുന്നുവെന്ന അഭിപ്രായവും മുരളീധരൻ പങ്കുവച്ചിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിൽ UDF നേതൃത്വം വൻ വീഴ്ച വരുത്തി. ഇത് അന്വേഷിക്കാനോ പരിഹരിക്കാനോ നേതൃത്വം ഇടപെട്ടില്ല. ചില പ്രവർത്തകരെ BJP നേതൃത്വം പണം കൊടുത്ത് നിർജീവമാക്കിയെന്ന ആക്ഷേപവുമുണ്ട്.